ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് പ്രൊമോ വീഡിയോസൊക്കെ വരുന്നുണ്ട്. കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ വീഡിയോസ്. അതിൽ പലതും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ചീട്ട് കയറും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊമോസാണ്. കമൻറ്റ് ബോക്സുകളിൽ പലരും ചോദിക്കുന്നുണ്ട്, വരാൻ പോകുന്നത് ഒരു വാഴ സീസൺ ആയിരിക്കുമോ? വാഴ സീസൺ ലോഡിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഒക്കെ കണ്ടു. പ്രൊമോസ് സ്വാഭാവികമായിട്ട് ഒരു തീമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ കണ്ടസ്റ്റൻസ് അവരും ഇതൊക്കെ കാണുന്നുണ്ടാകുമല്ലോ. ബിഗ് ബോസിനകത്ത് പോയിട്ട് വാഴയായിട്ട് നിന്നാൽ ഒരു വിലയും കാണില്ല. ഒരു ദിവസമാണ് അവിടെ നിൽക്കുന്നതെങ്കിലും തൻ്റെ ഇടത്തോടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരെന്നും ഓർമ്മിക്കുകയെങ്കിലും ചെയ്യും. വോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ നട്ടെല്ല് വളയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിലപാടുകൾ പറയേണ്ടടുത്ത് ഉറക്കെ പറയുകയും മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കുകയും വേണം. ആവശ്യമില്ലാത്തടത്ത് കയറി സംസാരിച്ചാലും പ്രശ്നമാണ്, ആവശ്യമുള്ളിടത്ത് പഴം വിഴുങ്ങിയതുപോലെ ഇരുന്നാലും പ്രശ്നമാണ്. എല്ലാം മിതമായ രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണ് ബിഗ് ബോസ് എന്നാണ് തോന്നുന്നത്. കണ്ടസ്റ്റൻസിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മസിൽ പവർ അല്ല, ബുദ്ധി തന്നെയാണ്. അതിൽ തന്നെ വളരെ പ്രധാനമാണ് നാക്ക്. പറയേണ്ട സന്ദർഭങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ വ്യക്തമായും സ്പഷ്ടമായും പറയാൻ കഴിഞ്ഞാൽ തന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉറപ്പിക്കാവുന്നതാണ്. അതായത് ആവശ്യമില്ലാത്തടത്ത് കയറി ഇടപെട്ട് അലമ്പാക്കാതിരിക്കുകയും വേണം, ആവശ്യമുള്ളിടത്ത് ഇടപെട്ട് പറയേണ്ടത് പറയുകയും വേണം. സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്, മറ്റുള്ളവരുടെ നിഴലായിട്ട് പോയി നിൽക്കാതിരിക്കുക. ബിഗ് ബോസിനകത്ത് പോകുന്ന ഓരോ കണ്ടസ്റ്റന്റും മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യം, അവിടെയുള്ള സകല ആൾക്കാരും നിങ്ങളുടെ എതിരാളികളാണ് എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറം നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു സാങ്കല്പികമായ ആ ഒരു ബോസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ കണ്ടസ്റ്റന്റും ഓരോ നിമിഷവും അവിടെ ഫൈറ്റ് ചെയ്യുന്നത് ബിഗ് ബോസിനെതിരെയാണ്, അവിടെയുള്ള സഹ മത്സരാർത്ഥികൾക്കെതിരെയാണ്. അവിടെ നിങ്ങൾക്ക് ആരും പെങ്ങളൂട്ടിയല്ല, നിങ്ങൾ ആരുടെയും ആങ്ങളെയുമല്ല, നിങ്ങൾക്കാരും അമ്മയുമല്ല, അച്ഛനുമല്ല, പിറക്കാതെ പോയ ആൻറ്റിയുമല്ല, അമ്മാവനുമല്ല. എല്ലാവരും എതിരാളികളാണ്. പലരും പല പ്രായത്തിലുള്ളവരായിരിക്കാം. 18 കഴിഞ്ഞ പാൽക്കാരൻ പയ്യൻ മുതൽ 60 കഴിഞ്ഞ അമ്മാവൻ വരെ ബിഗ് ബോസിനകത്ത് കാണും. എല്ലാവരും എതിരാളികളാണ്. ഓരോരുത്തരുടെയും ലക്ഷ്യം ഒരാളെ പുറത്താക്കി അതിനകത്ത് എങ്ങനെയെങ്കിലും നിലനിൽക്കുക എന്നുള്ളതാണ്. ബിഗ് ബോസിനകത്ത് ഡെവലപ്പ് ആവുന്ന റിലേഷൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയാണെങ്കിലാണ് കാണാൻ ഭംഗി. വേണമെന്ന് വെച്ച് ഉണ്ടാക്കിയാൽ ഒരു രസവും ഉണ്ടാവില്ല. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന പോലെ സ്വയം ഉണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്സ്, അവിടെ പതിയെ 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 ഉണ്ടാവുന്ന സൗഹൃദങ്ങൾ, ഇതെല്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിലേഷൻസ് എന്ന് പറയുന്നത് അത് ആളുകൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. ഇത് വന്നു കയറുന്ന ഉടനെ തന്നെ മൊത്തത്തിലൊന്ന് നോക്കും. കൊള്ളാവുന്ന ഒരു 3 പേരെ സെലക്ട് ചെയ്തിട്ട് ഒരാളെ പിടിച്ച് അമ്മാവനാക്കും, മറ്റേ ആളെ പിടിച്ച് കുഞ്ഞമ്മയാക്കും, ഒരാളെ പിടിച്ച് കൂട്ടുകാരനാക്കും, ഒരാളെ പിടിച്ച് കാമുകിയാക്കും, ഒരാളെ പിടിച്ച് ജനിക്കാതെ പോയ ആങ്ങളെയോ പെങ്ങളോ ഒക്കെ ആക്കും. ഇങ്ങനെ നമ്മൾ വന്ന അന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്, ഇവരെൻ്റെ കൂടെ, മറ്റേ ആൾ എൻ്റെ കൂടെ, ഇവരുമായിട്ട് ഈ റിലേഷൻ. ഇത് വർക്കാവത്തില്ല. കാണുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ലെന്ന് മാത്രമല്ല, സംഗതി ചീറ്റിപ്പോവുകയും ചെയ്യും. പല സീസണുകളിലും ഇത്തരത്തിൽ ബോണ്ട് ഉണ്ടാക്കി ഗെയിം കളിച്ച് പരാജയപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപൂർവമായ ചില റിലേഷൻസ് സക്സസ് ആയിട്ടുമുണ്ട്. കാരണം അത് ജെന്യൂൻ ആണെന്ന് പ്രേക്ഷകർക്ക് തോന്നുമ്പോഴാണ്. ബിഗ് ബോസിലൂടെ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് റിയൽ ആയിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ആണ്. അതായത് മനുഷ്യർ റിയൽ ആയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെ സർവൈവ് ചെയ്യും, അവരെങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കും, അവരെങ്ങനെ അവിടെ പ്രതിസന്ധികളെ തരണം ചെയ്യും എന്നുള്ളതാണ് ആളുകൾക്ക് അറിയേണ്ടത്. എത്ര പേര് കെണികളിൽ പെടാതെ, ബന്ധങ്ങളിൽ പെടാതെ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവർക്കും എതിരെ ഫൈറ്റ് ചെയ്യും. പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇത്രയും സീസണുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഏതെങ്കിലും ഒരാളെ എല്ലാവരും ചേർന്ന് ആക്രമിക്കുമ്പോൾ കൂട്ടത്തിൽ പോയി തല്ലും. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഒന്നിച്ച് തല്ലി ഒരു പുതിയ രാജാവിനെയും രാജ്ഞിയും ഒക്കെ ഉണ്ടാക്കും. ഇത് ശരിക്കും ചെയ്യുന്നത് അകത്തെ കണ്ടസ്റ്റൻസ് ആണ്, ഓഡിയൻസ് അല്ല. അങ്ങനെയല്ല, നിങ്ങൾ എല്ലാവരെയും എതിരാളിയായിട്ട് കാണണം. നിങ്ങൾ അവിടെ പോയിട്ട് റിലേഷൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചെന്ന ഉടനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾക്കെതിരെ എങ്ങനെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും? ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഗെയിമാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ അവിടെ പിന്നെ എത്തിക്സ് ഒരു ചോദ്യമായി വരും. നിങ്ങളുടെ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരാളെ പിന്നെ നാളെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ വഞ്ചകനായി, ചതിയനായി, കൂടെ നിന്ന് കാലുവാരിയ ആളായി. അപ്പൊ എല്ലാവരെയും ആദ്യമേ തന്നെ എതിരാളിയായി കണ്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു വാഴ സീസൺ ആകാതിരിക്കാൻ തന്നെയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. കാരണം സ്ട്രോങ് ആയിട്ടുള്ള, നല്ല തൻ്റെടമുള്ള, ചങ്കൂറ്റമുള്ള കണ്ടസ്റ്റൻസ് ആണ് വേണ്ടത്. എന്ന് പറഞ്ഞ് മറ്റേ റോക്കിയെ പോലെ പോയി ഇടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. റോക്കിയെ പോലെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ റോക്കി അടിപൊളി കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ബിഗ് ബോസിനകത്ത്, പുറത്ത് ഇവരുടെ ലൈഫൊന്നും നമ്മളെ വിഷയമേ അല്ല. ബിഗ് ബോസിനകത്ത് റോക്കി അടിപൊളിയായിരുന്നു, അതുപോലെ അടിപൊളിയായിരുന്നു സിജോയും. പക്ഷേ രണ്ടുപേരും നമ്മുടെ മലയാളം ഭാഷയിൽ പറയുമ്പോൾ മൊട കാണിച്ച് വെറുതെ പണി വാങ്ങി കൂട്ടിയതാണ്. അല്ലെങ്കിൽ മര്യാദയ്ക്ക് എന്ന് കളിച്ചെങ്കിൽ ചിലപ്പോൾ ടോപ്പ് 5 എത്താനും ജയിക്കാനും ഒക്കെ സാധ്യത ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ആയിരുന്നു. തല്ലടാ എന്ന് പറഞ്ഞ ആൾക്കും പണി കിട്ടി, തല്ലിയ ആൾക്കും പണി കിട്ടി, തല്ല് കൊണ്ട ആൾക്കും പണി കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരും എവിടെയും എത്തിയില്ല. ഇപ്പോൾ റോക്കി ആണെങ്കിലും മാസ് കാണിച്ച് ഇടിച്ചിട്ട് അവസാനം പോയിരുന്ന് കരഞ്ഞു, അല്ലേ? നമ്മൾ അതും കണ്ടു. ബിഗ് ബോസിന്റെ അടുത്ത് പോയിരുന്ന് കരയുന്നു കണ്ടു. അപ്പോൾ പിന്നെ ആ മാസ് കാണിച്ചാലും വല്ല കാര്യമുണ്ടോ? അപ്പോൾ അത് ചെയ്യണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സിജോയുടെ കാര്യവും. തല്ലുകൊണ്ടു, തിരിച്ചൊന്നും ചെയ്യാനും പറ്റിയില്ല. ബിഗ് ബോസിൽ പിന്നീട് പുള്ളിയുടെ ഗെയിം താഴേക്ക് പോയി, ഗ്രാഫ് താഴോട്ട് പോയി.
അപ്പോൾ ഇതൊക്കെ അനാവശ്യമായ ഒരു സാഹചര്യമായിരുന്നു. വാ കൊണ്ട് നമുക്ക് മാസ് ഡയലോഗൊക്കെ അടിക്കാം, വേണമെങ്കിൽ പണ്ട് അഖിൽ മാരാറ് ഡെസ്കിൽ 2 അടി അടിച്ച പോലെ 2 അടിയൊക്കെ അടിക്കാം. അതിനപ്പുറം കയ്യാങ്കളിക്ക് പോയി കഴിഞ്ഞാൽ പുറത്താവും. അതാണ് ബിഗ് ബോസിൽ ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ സീസണിലെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ്, നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, പ്രതികരണ ശേഷിയുള്ള, ആവശ്യത്തിന് മാത്രം എല്ലാം പറയുന്ന തരത്തിലുള്ള കണ്ടസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓവറായി പോയാലും കുഴപ്പമാണ്, എല്ലാം മിതമായ രീതിയിൽ. നമുക്കറിയില്ല അതിനകത്ത് കയറി കഴിയുമ്പോൾ ഇവരൊക്കെ ആഗ്രഹിച്ചാൽ അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ സത്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജെന്യുവിൻ ആയിട്ടുള്ള, ഒരു റിയൽ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉള്ളൊരു സീസണാണ്. അങ്ങനത്തെ ഒരു സീസൺ ആയിരിക്കുമെന്ന് തന്നെ വിചാരിക്കാം. ഒരുപാട് പ്രേക്ഷകരുടെ കമൻസും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ വേണ്ടിയിട്ട്. പ്രേക്ഷകരുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.